ഇവിടെ ആരും ഇല്ലേ? വീട് വാടകയ്ക്ക് കൊടുക്കുന്നു കേട്ടു. ശരിയാണോന്നറിയാമെന്നാ. ശരിയല്ല. നമ്മളാരാ? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ ആരാണെന്നോ? ഈ വീട് അടിച്ചു വരാനും സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിയമിച്ചുള്ള ചെല്ലപ്പനല്ലേ, അയാളോടില്ലേ? എന്താ കാര്യം? അല്ല, അയക്കൊരല്പം കാശ് കിട്ടുന്ന കാര്യമാ. അയ്യോ, ഞാൻ തന്നെയാണ് സാർ ചെല്ലപ്പൻ. സാർ അകത്തോട്ട് വരണം. പറഞ്ഞ സാർ പറഞ്ഞ. ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ. സാറിന് വിശ്വാസം വരുന്നില്ലേ? ഓ, അത് ശരി. ഇത് വിശ്വരൂപം, നേരത്തെ കണ്ടത് അവതാരം. ഇതെല്ലാം ചെല്ലപ്പന്റെ ഒരു തമാശയല്ലേ സാർ? നമ്മുടെ കിഷൻ പറഞ്ഞ പോലെ സർവവിശ്വാസന ഛായ സംഭവാമി യുഗേ. ഇരുന്നാട്ടെ, ഒരു 100 ഒഴിക്കട്ടാ? വേണ്ട, എന്നാ ഞാൻ ഒഴിച്ചോട്ടെ. വെള്ളം ഒഴിക്കത്തേ ഇല്ലേ? മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന. മുതലാളി വന്നിട്ട് വേണ്ടേ അതിഥികൾ വരാൻ. ഓ, പിന്നെ ഇത് ഇവിടെ നിന്ന് പുളിച്ചു പോകുമല്ലോ എന്ന് കരുതി ഞാൻ സ്വപ്പം സ്മാൾ അടിക്കും. കണക്കിന് വെള്ളം ഒഴിച്ചങ്ങ് വെക്കുകയും ചെയ്യും. അങ്ങനെ ആയി ഇപ്പൊ ഇതിന് വെള്ളം മാത്രമേ ഉള്ളൂ, മദ്യമില്ല. പിന്നെന്തിനാ ഞാൻ വെള്ളം ചേർക്കുന്നത്? ചെല്ലപ്പൻ ആള് കൊള്ളാമല്ലോ. ഓ, അതൊന്നും അല്ല സാർ. സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി. അപ്പൊ ഞാനും അത്ര മോശമല്ല എന്ന് പറഞ്ഞതാ. സാർ എനിക്കെന്തോ കുറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ. എന്താ? ചെല്ലപ്പനോട് ഒറ്റയ്ക്കല്ലേ താമസം? അതെ. കഴിഞ്ഞ 3 കൊല്ലമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തുകാരന്റെ സ്വഭാവമാണ്. കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നോളൂ. പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു. പിന്നെ ഈ ശമ്പളത്തിന് പുറമെ ഒരല്പം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായമാ. ഏതായാലും ഇതിരിക്കട്ടെ. കള്ളന് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് അറിയാം, കള്ളന്റെ തന്തയ്ക്ക് കഞ്ഞി വെക്കുന്നവനുണ്ടെന്ന് ഞാനിപ്പോഴാ അറിയുന്നത്. ജീവിക്കണ്ടേ സാർ? അപ്പോ നാളെ മുതൽ രാമുണ്ണിമേനോന്റെ മോനോട് താമസിക്കാൻ വരുന്നു. അയ്യോ, അതായത് ഞാൻ